السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ثم أورثنا الكتاب الذين اصطفينا من عباده فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله، ذلك هو الفضل الكبير. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർ ബന്ദിരായ ഉസ്താദ് MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ, വേദിയുടെ ഉദ്ഘാടകനായിരുന്ന അഭിനന്ദനായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച അഭിനന്ദനായ സ്നേഹിതനും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയും നമ്മുടെ സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെയും നിറസാന്നിധ്യവുമായ മരക്കാർ മൗലവി മരായമംഗലം, ഈ സ്ഥാപനത്തിന്റെ ഗുരുശ്രേഷ്ഠർ വന്ദരായ ഉസ്താദ് യൂസുഫ് ഫൈലി, വേദിയിലുള്ള ഖ്വാജ ദാരിമി, വീരാൻ ഹാജി, അതുപോലെ ഇബ്രാഹിം മുസ്ലിയാർ, അബൂബക്കർ ബാഖവി, ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി, ബഹുമാന്യനായ മുഹമ്മദ് അലി അൻവരി, റഫീഖ് ഹുദവി, അലി ഫൈസി, നാസിർ അൻവരി, അബ്ദു ഹാജി, വീരാവു ഹാജി, മരക്കാർ മുസ്ലിയാർ, വീരാൻ മുസ്ലിയാർ, എന്റെ സ്നേഹിതൻ അഷ്റഫ് അൻവരി ഉൾപ്പെടെ പണ്ഡിതന്മാരും നേതാക്കളും നിറഞ്ഞു നിൽക്കുന്ന എന്റെ സ്നേഹധന്യരായ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള പണ്ഡിത മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ മഹാരഥന്മാരുടെ അനുഗ്രഹത്താൽ ശിലപാകപ്പെട്ട ഒരു മഹാവിജ്ഞാന സമുച്ചയത്തിന്റെ വാർഷിക പരിപാടിയിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ തുടക്കമിടുകയും അവരുടെ ആഗ്രഹപ്രകാരം തന്നെ സമസ്തയുടെ അഭിനന്ദരായ പണ്ഡിത സയ്യിദ് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മുന്നോട്ടുള്ള ഓരോ വഴിയും അതിന്റെ സന്തതികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായി മാറുന്നു. എല്ലാത്തിനും പാരമ്പര്യം എന്നത് പ്രധാനമാണ്. അത്തരം പാരമ്പര്യമാണ് പൊട്ടച്ചിറ അൻവരിയക്കുമുള്ളത്. അള്ളാഹു ചില പാരമ്പര്യങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ പാരമ്പര്യങ്ങൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിലനിൽക്കുമ്പോഴാണ് അത് സമുദായത്തിന് ഉപകാരപ്പെടുകയും നാളേക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന തലങ്ങളിലുള്ള ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അള്ളാഹുവിനെ പേടിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനമായ മറ്റൊന്നാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്നത്. ഞങ്ങൾക്ക് പടച്ചവനെ മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹബീബ് കേൾക്കുന്ന വിധം ജൂതന്മാർ എങ്ങനെ പറഞ്ഞു എന്ന് കാണാം.
നുഹിബ്ബു റബ്ബന, ഞങ്ങൾക്ക് പടച്ചവനെ ഇഷ്ടാണ്. അത് വന്നപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നബിയെ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ തുടരണം. എന്നാലേ യുഹിബ്ബുകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറുർ റഹീമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇവിടെ അല്ലാഹു എന്നോടൊപ്പം തന്നെ അവനെ ആരാധിക്കുന്നതോടൊപ്പം അല്ലാഹു മാനിക്കാൻ പറഞ്ഞവരെ, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കൽ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ പിശാചിന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലാഹുവിനെ ആരാധിക്കാത്തതല്ല. അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ ഇബ്ലീസ് ഒരിക്കലും കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുമില്ല. എന്തിനധികം അല്ലാഹു തന്നെ പറയുന്നു, പിശാച് എന്നിട്ടും അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്, പടച്ചവനെ പേടിക്കുന്നവനാണ്. അല്ലാഹു തന്നെ അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ, പിശാച് മനുഷ്യനെ മോശമാക്കിയാൽ പിന്നെ അവനോട് പിന്നെ പറയുന്നത്, പടച്ചവനെ നീ ഒന്ന് മാറിത്തരണം, കാരണം നിന്റെ തലയിലേക്കെങ്ങാനും വല്ലതും വീണാൽ കൂട്ടത്തിൽ ഞാനും പെടും, അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയും എന്നാണ് പരിശുദ്ധ ഖുർആൻ. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ശൈത്താന്റെ ഉദാഹരണം പോലെ അവൻ പറയും മനുഷ്യനോട് നീ കാഫിറാകണം. എന്നിട്ട് ഫലമ്മാ കഫറ, അങ്ങനെ മനുഷ്യൻ കാഫിറാകുമ്പോൾ അവൻ പറയും ഖാല ഇന്നി ബരീഉൻ മിൻക, ഇതുവരെ നിന്റെ കൂടെയായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ ഒഴിവാവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ പ്രപഞ്ച പരിപാലകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിക്കുന്നു എന്ന് சொல்றாங்க. പിശാച് അങ്ങനെ പറയുന്നുവെന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് കൂടി പറയുന്നു. ഖുറൈശികളുടെ കൈപിടിച്ച് നടക്കുന്ന സമയത്ത് പിശാച് കാണുന്നത് ബദറിന്റെ മലമടക്കുകളിൽ മലക്കുകൾ വന്നിറങ്ങുന്നതിന്റെ കാഴ്ചയാണ്. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ പോകാണ്, ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങൾ കാണാത്ത ചിലത് കാണുന്നുണ്ട്, എനിക്ക് പടച്ചവനെ പേടിയാണ്. ഞാൻ ഒഴിവാകാൻ പോകാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാകുന്ന അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് സാക്ഷാൽ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും പിശാചിനെ പടച്ച റബ്ബ് ഒരു നിമിഷം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു നിമിഷം ഡിസ്മിസൽ ഓർഡർ കയ്യിൽ കൊടുത്തു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സസ്പെൻഷൻ അല്ലാതെ അത് ഡിസ്മിസലാണ്. 6 മാസം കഴിഞ്ഞ് തിരിച്ചുപോരെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, സസ്പെൻഷനാണ്. ഡിസ്മിസ് ചെയ്യാണ്. ഇനി ഇല്ല, ഇനി ഇങ്ങോട്ടൊരു കാരണവും പറയേണ്ടതില്ല. എന്തേ കാരണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ അല്ലാഹു കൽപ്പിക്കുമ്പോ ശിഷ്യഗണങ്ങളിൽ നിന്നൊരാളാണ് പറഞ്ഞത് പറ്റില്ല, കാരണം എന്നേക്കാൾ എന്ത് കേമത്വമാണ് ആദമിനുള്ളത്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി കൊണ്ടാണ്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടും, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ എന്തിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോ കടക്കട പുറത്ത്, ഇനി ഇങ്ങി വഴിക്ക് വേണ്ട. അള്ളാഹു പുറത്താക്കാൻ കാരണം സയ്യിദുനാ ആദം നബി അലൈഹി ഇസ്ലാം എന്ന ഉസ്താദിന്റെ മുമ്പിൽ, ഗുരുവിന്റെ മുമ്പിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഉസ്താദല്ല പ്രശ്നം, ശിഷ്യന്മാരാണ്. അല്ലേ? ഉസ്താദല്ല പ്രശ്നം. ഉസ്താദ് സയ്യിദുനാ ആദം നബി അലൈഹി ഇസ്ലാമാണ്. ശിഷ്യന്മാർ 2 തലത്തിൽ മാറുന്നുണ്ട്. ഒരു വിഭാഗം കേട്ടപാടെ സുജൂദ് ചെയ്തു. സുജൂ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അല്പനേരം ഇരുന്ന് ആലോചിക്കാമായിരുന്നു അവർ. ഞങ്ങൾ നേരത്തെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ ഭൂമിയിൽ കുഴപ്പക്കാരായ ഇവരെ എന്തിനു സൃഷ്ടിക്കണമെന്ന് ചോദിച്ചവരാണല്ലോ. ഇപ്പോ അള്ളാഹു ആവശ്യപ്പെടുന്നത് സുജൂദ് എന്നാണ്, സുജൂദ് ചെയ്യാൻ. അപ്പോ ഞങ്ങളൊരു മുഷാവറ കൂടിയതിനു ശേഷം ഏതെങ്കിലും ഒരു വക്കീലിനെ കൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോരെ ഈ പരിപാടി എന്ന് ചിന്തിക്കാൻ മലക്കുകൾ തയ്യാറായിട്ടില്ല. മറിച്ച് മലക്കുകൾ ചെയ്തത് പിന്നെ അവിടെ ഒരു യാതൊരു തരത്തിലും സംശയിച്ചിട്ടില്ല. അവരങ്ങ്
ഇല്ല ഇബ്ലീസ് ഒഴിച്ച്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അന്ന് പിടിച്ചതാണ് ആ സമരത്തിന്റെ കൊടി, അത് താഴെ വെച്ചിട്ടില്ല. അബാ അന്ന് തുടങ്ങി സമരം. അബാ വസ്തക്ബറ കിബ്റും വകാന മിനൽ കാഫിരീൻ കുഴപ്പവും. തടഞ്ഞു, കിബറായി, കുഴപ്പമായി. നിങ്ങൾ ഓർക്കൂ, മൂന്ന് മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞവരുടെ മുദ്രാവാക്യം എന്താ? ഉസ്ജുദൂ, ജ്ഞാനം കിട്ടി, വിനയം കാട്ടി, മുഖറബീങ്ങളായി. ജ്ഞാനം കിട്ടി, വിനയം കാട്ടി, മുഖറബീങ്ങളായി. ആ മുഖറബീങ്ങളുടെ പണിയെന്താ? മുഅ്മിനീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. അള്ളാഹു തന്നെ പറയുന്നല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വിടുന്നു എന്ന് പടച്ചതമ്പുരാൻ തന്നെ പറഞ്ഞു. അള്ളാഹു തന്നെ പറഞ്ഞു, അവരെ ശക്തിപ്പെടുത്തുന്ന ജിബ്രീലിനെ കൊണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഴുവൻ മലക്കുകളും അള്ളാഹുവിന്റെ മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ, പ്രവാചകന്മാരുടെയും ശേഷമുള്ളവരുടെയും ഖാദിമീങ്ങളാണ്. അവരാർത്ഥത്തിൽ മുഖറബുകളാണ്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടവരാണ്. നിങ്ങൾ നോക്കൂ, വിദ്യാർത്ഥികൾക്ക് രണ്ട് പക്ഷം വേണമെങ്കിലാവാം. ഒന്നുകിൽ സമരം തുടങ്ങി കിബറ് കാട്ടി കുഴപ്പത്തിന്റെ വക്താക്കളാകാം. ഇല്ലെങ്കിൽ മലക്കുകളെ പോലെ വിനയം വിജ്ഞാനത്തിലൂടെ നേടുകയും അതുവഴി സമൂഹത്തിന്റെ തന്നെ സേവനത്തിന് അർപ്പിതമാകുന്ന ഒരവസ്ഥയിലേക്കും എത്താം. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം എടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പം, കിബറ്, സകലമാന പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്ന അവസ്ഥയിലേക്കും എത്താം. അപ്പോൾ സമരമാണ് ജീവിതം എന്ന് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇത് ഉസ്താദിൽ നിന്ന് ശിഷ്യന്മാർക്കുണ്ടായിത്തീരുന്ന രണ്ട് വകുപ്പുകളാണ്. ലോകത്തെവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഉസ്താദിനെതിരായി നടത്തിയ ചരിത്രത്തിലെ ഏത് തരത്തിലുമുണ്ടായിത്തീർന്ന മുദ്രാവാക്യങ്ങളും ഏറ്റവും വലിയ ദുരന്തങ്ങളായി മാറിയിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയാണ് ഖാറൂൻ. ആ മഹാനായ പ്രവാചകന്റെ ജനകീയമായ അടിപ്പറക്കെതിരായിരുന്നു ഖാറൂൻ. സാമ്പത്തികമായ ശേഷിയില്ലെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തന്റെ ജനതയെ പ്രേരിപ്പിക്കുകയും ആ നിലയിൽ ഒരു ജനകീയമായ വലിപ്പമുണ്ടാവുകയും ചെയ്ത മഹാനായ പ്രവാചകൻ. പക്ഷെ ആ പ്രവാചകന്റെ കൂടെ ആ പ്രവാചകന്റെ തൗറാത്ത് പഠിക്കാൻ ആ തൗറാത്തിൽ മഹാനായ പ്രവാചകന്റെ ശിഷ്യനായി മാറിയ ആളാണ് ഖാറൂൻ. അള്ളാഹു തന്നെ പറയുന്നു, ഖാറൂൻ മൂസ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, എന്നിട്ട് എന്ത് ചെയ്തു? ആ ജനതയുടെ മേൽ അവൻ അതിക്രമം കാട്ടി. അതിക്രമം കാട്ടിയാൽ അന്ന് തന്നെ ഇയാളെ ഭൂമിയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിച്ചിടേണ്ടതില്ലേ? ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അതിക്രമം കാട്ടിയ അന്ന് തന്നെ പടച്ചതമ്പുരാൻ ഖാറൂനെ ഭൂമിയിലേക്ക് അയക്കിയോ? ഇല്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, ഖാറൂനെ പടച്ചതമ്പുരാൻ നിർത്തിയിട്ടുള്ളത് ചിലത് കാണിച്ചു കൊടുക്കാനാണ്. അതിന് തന്നെ ഖുർആൻ പറഞ്ഞു, നാം അവനങ്ങ് കൊടുത്തു. എത്ര കൊടുത്തു? അവന്റെ നിധിനിക്ഷോഭങ്ങളുടെ പ്രാണുൽക്കുറ്റങ്ങൾ വഹിക്കാൻ വലിയ ഭാരമുള്ള ബലവത്തായ ഒരു സമൂഹത്തിന് പോലും ബുദ്ധിമുട്ട് തോന്നാവുന്ന വിധത്തിൽ നാം അവന് വലിയ നിക്ഷേപങ്ങൾ നൽകി എന്നാണ് പരിശുദ്ധം. സമ്പത്ത് കൊടുത്തു. അപ്പോഴൊക്കെയും അവൻ ഈ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ മുഅ്മിനീങ്ങളായ ഒരു പ്രായമാളുകൾ, അതായത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ പറയാൻ തുടങ്ങി, ലാ തബ്ഗു ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഈ ഭൂമിയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള സമുദായത്തിന്റെ മുമ്പിൽ ക്ഷുദ്രത പരത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മതിലു കെട്ടാനും സമുദായത്തെ ഭിന്നിപ്പിക്കാനും നിങ്ങൾ തയ്യാറാവരുത് എന്നായിരുന്നു ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ പറഞ്ഞു. പക്ഷെ അയാൾ അപ്പോൾ പറഞ്ഞത്, ഇന്നമാ ഉത്തീതു അലാ ഇൽമിൻ, ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ ജ്ഞാനം കൊണ്ടാണ്. ഇന്നമാ ഉത്തീതു അലാ ഇൽമിൻ, എന്റെ അടുക്കലുള്ള ജ്ഞാനം. എനിക്കിതിൽ ആരോടും പെരുപ്പാടില്ല, ഒരു ഉസ്താദും എന്റെ മുമ്പിലില്ല. എനിക്ക് കിട്ടിയ ഈ ജ്ഞാനം കൊണ്ട് ഞാൻ സമ്പത്ത് വാരിക്കൂട്ടാൻ തയ്യാറാകുന്നു എന്നാണ് ഖാറൂൻ അന്ന് പറഞ്ഞത്. എന്നിട്ടും ജനങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം പ്രൗഢിയോടെ ഒരു യാത്ര നടത്തി, ഒരു വലിയ യാത്ര. فخرج على قومه في زينته,
എല്ലാ അലങ്കാരത്തോടുകൂടെയായിരുന്നു അദ്ദേഹം ആ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് യാത്ര നടത്തിയത്. തഫ്സീറുകളിൽ കാണാം അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ കുതിരപ്പുറത്തായിരുന്നു ഖാറൂന്റെ യാത്ര. അന്ന് കിട്ടാവുന്ന, ഇന്ന് കിട്ടാവുന്ന എന്നാലോചിക്കണ്ട, അന്ന് കിട്ടാവുന്ന, അന്ന് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വാഹനത്തിലാണ് അയാൾ യാത്ര ചെയ്തത്. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. അപ്പോഴാണ് ഒരു പറ്റം ആളുകൾ, ഭൗതിക ജീവിതമാണ് വലുതെന്ന് തോന്നിപ്പോയ ഒരു പറ്റം ആളുകൾ പറഞ്ഞത്, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഇന്നഹു ലദു ഹമ്മിൻ അളീം, അയാളല്ലേ. അങ്ങനെ പറഞ്ഞാൽ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കിയെടുത്ത ആത്മീക ചിന്തയുണ്ടല്ലോ, അത് അവസാനിക്കും. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകൾ കടന്നു വന്നേക്കാം. അതിനെന്തു ചെയ്യണം? ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ ആ ദൗത്യം ഏറ്റെടുത്തു. പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, വൈലക്കും, ഇത് നാശമാണ്, ഇത് തെറ്റാണ്. വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹാ, ഇത് തെറ്റാണെന്ന് മാത്രമല്ല, അള്ളാഹു തരാനിരിക്കുന്ന പ്രതിഫലം നാളെ അള്ളാഹു തരാനിരിക്കുന്നത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവെ വിശ്വസിക്കുകയും പടച്ചവനെ പേടിച്ചുകൊണ്ട് ആഖിറത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഖാറൂന്റെ കഥ ഇങ്ങനെയാണ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, ഭൂമിയിലേക്ക് വീടടങ്കം നാം അവനെ ആഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയും. പക്ഷെ അയാൾക്ക് ആദ്യം കിട്ടിയതെന്താ? അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുമാണ്, സകലമാന സൗകര്യങ്ങളുടെയും ജീവിതമാണ്, സാമ്പത്തിക സൗകര്യമാണ്, പറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാഹന സൗകര്യങ്ങളാണ്, എല്ലാം കൊടുത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലെങ്കിലും ആ സൗകര്യങ്ങളൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ണഞ്ചിപ്പിക്കാൻ പാടില്ലാത്തതാണ്. നോക്കൂ, ഈ മഹാന്മാരായ ഗുരുവര്യന്മാർക്കെതിരായി ഈ സത്യത്തെ തിരിച്ചറിഞ്ഞതിനു ശേഷം അതിനെതിരെ പോയവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ വിട്ടിട്ടില്ല നന്മയുടെ മാർഗത്തിൽ. കാരണം ആദരിക്കേണ്ടവനായിരുന്ന ഗുരുനാഥനെ ആദരിക്കാതെ പോയി എന്നതാണ് പ്രധാനം. വെളിച്ചം കിട്ടിയ കൈക്ക് തട്ടിയാൽ അത് ഭീകരമാണ്. വെളിച്ചം തന്നെ കൈക്ക് തട്ടുന്നത് ഭീകരമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വെളിച്ചം കിട്ടിയതിനു ശേഷം അവൻ ആ വഴി തെരഞ്ഞെടുക്കാതെ പോയാൽ അവൻ പോകുന്നിടത്തേക്ക് നാം കൊണ്ടുപോവുകയും അവനെ ആട്ടിയിടത്തേക്ക്, അവൻ പോയിടത്തേക്ക് തന്നെ നാം ആട്ടുകയും അവസാനം നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും എന്നാണ്. എപ്പോഴാ? അവന് വെളിച്ചം കിട്ടുന്നു. വെളിച്ചം തന്നെ കൈക്ക് തട്ടിയാൽ, വെളിച്ചം തന്നെ കൈക്ക് ആദരവിന്റെ, സ്നേഹത്തിന്റെയും ആദരവിന്റെയും അംഗീകാരത്തിന്റെയും ബോധത്തോടെ നിൽക്കാതെ അതിനെതിരായി പെരുമാറിയാൽ അത് അബദ്ധമാണ്, അപകടമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജ്ഞാനം യഥാർത്ഥമായ വെളിച്ചത്തിലേക്കും നന്മയിലേക്കും നയിക്കപ്പെടണമെങ്കിൽ ഗുരുവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ആ അർത്ഥത്തിൽ മഹാരഥന്മാരുടെ പാണ്ഡാവിനെ പിൻപറ്റുകയും ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ഇവിടെ അതാണ് പൊട്ടച്ചിറ എന്ന് പറയുന്ന ഈ പൊട്ടച്ചിറ അൻവരിയ എന്ന് പറയുന്ന ഈ മഹൽ സ്ഥാപനം അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളാൽ സ്ഥാപിതമായതാണ്. മഹദി ഫാത്തിമ റഹിമഹല്ലാഹ് എന്ന മഹദികളാൽ, അതോടൊപ്പം തന്നെ മഹാന്മാരായ സാദാത്യങ്ങളുടെയും ഉലമാഇന്റെയും നേതൃത്വത്തിൽ കടന്നു വന്നതാണ്. ഇടയ്ക്കെവിടെയോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അവിടെ കൃത്യമായി ഇടപെട്ടത് സമസ്തയാണ്, മഹാനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ അഭംഗുരം യാതൊരു തകർച്ചയുമില്ലാതെ കൊണ്ടുപോയത് സമസ്തയുടെ അഭിവന്ദരായ ആലിമീങ്ങളാണ്. ആ പ്രസ്ഥാനത്തിന് നേരെ എന്തെങ്കിലും വരുന്നുവെങ്കിൽ ഈ സാർത്ഥവാഹക സംഘത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കശപിശയായി മാത്രമാണ്. ഗുരുവര്യന്മാരെ അനാദരിച്ചവർ, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പൈതൃകത്തെയും ഈ മാർഗത്തെയും അവലംബിക്കാതെ മുന്നോട്ട് പോയവർ, അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് രൂക്ഷമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതൊരു തെരഞ്ഞെടുപ്പായി കാണണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില തെരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു തെരഞ്ഞെടുപ്പ് എന്നാണ്. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ എന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹു തെരഞ്ഞെടുത്തു. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു പ്രത്യേകതരം തെരഞ്ഞെടുപ്പാണ്. ഇസ്തിഫാ ചെയ്തതാണ് അള്ളാഹു.
അതേപോലെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തു മറിയമേ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ അസ്തഫാകി, നിന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു. വതഹറകി, നിന്നെ അള്ളാഹു ശുദ്ധീകരിച്ചു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠ വനിതയാക്കി നിന്നെ മാറ്റുകയും ചെയ്തു എന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് ഖുർആനിൽ. അതുപോലത്തെ മറ്റൊരു തെരഞ്ഞെടുപ്പാണ് ആലിമീങ്ങൾ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നമ്മുടെ അടിമകളിൽ നിന്ന് ഈ വേദഗ്രന്ഥത്തിന്റെ അനന്തരം നാം തെരഞ്ഞെടുത്തൊരു പറ്റം അടിമകൾക്ക് നൽകിയിട്ടുണ്ട്. അവരിൽ ചിലരു ചെറിയ ചെറിയ തിന്മകൾ ചെയ്തവർ, അല്പാൽപ്പം തന്റെ ബാധ്യതകൾ നിറവേറ്റിപ്പോയവർ, അതിനേക്കാളേറെ കാര്യമായി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും നന്നായി പണിയെടുത്തവർ, സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പണിയെടുത്തവർ. ഇങ്ങനെ 3 വിഭാഗമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ 3 രക്ഷപ്പെട്ടവരാണ്. യഥാർത്ഥമായ വഴിയിൽ ഇൽമ നേടുകയും ആ ഇൽമിനെ കൊണ്ടു നടക്കുകയും ചെയ്തവർക്ക് അവരിലെ ഈ 3 വിഭാഗം ആളുകൾ രക്ഷപ്പെട്ടവരാണ്. ലാലിമുൽ നഫ്സ് മഗ്ഫൂർ ലഹുവാൻ, മുഖ്തസിദ് നാജിൻ, അയാൾ രക്ഷപ്പെട്ടവനാണ്. സാബിഖുൻ ബിൽ ഖൈറാത്ത്, സാബിഖുൻ, അയാൾ സ്വർഗ്ഗത്തിലും സാബിഖാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ സ്വർഗ്ഗത്തിലും സാബിഖാണ്. ഒരു തരം തെരഞ്ഞെടുപ്പാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിലുള്ള ബോധ്യത്തോടുകൂടെ ഉൾക്കൊള്ളാനാണ് എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളായ എന്റെ സഹോദരന്മാർ തയ്യാറാകുന്നത്. അത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും വേഷത്തിലും ഒക്കെയും ആ ഒരു ബോധമുണ്ടാകണം. ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന് ഞാനൊരു മെഡിസിൻ വിദ്യാർത്ഥിയാണെന്ന് പറയാനുണ്ടാകുന്ന അതേ ഇസ്സത്തോടുകൂടെ നിന്നുകൊണ്ട് പറയാൻ സാധിക്കണം, ഞാൻ എന്റെ റബ്ബിന്റെ വേദഗ്രന്ഥം പഠിക്കാനും എന്റെ ഹബീബിന്റെ തിരുചര്യകൾ മനസ്സിലാക്കാനും ആ വഴിയെ വന്നിട്ടുള്ള ഇസ്ലാമിക ജ്ഞാനങ്ങൾ പഠിക്കാനും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്റെ വാപ്പ ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടല്ലെങ്കിലും എന്റെ റബ്ബ് തെരഞ്ഞെടുത്തുകൊണ്ടാണ്. വാപ്പാക്ക് ക്യാപിറ്റേഷൻ ഫീ കൊടുത്താൽ മെഡിക്കൽ സീറ്റ് കിട്ടും, എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടും. പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്താലേ നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ ഒരു നിമിഷത്തിലെ ഇരിപ്പെങ്കിലും ഇരിക്കാൻ സാധിക്കും. അത് അള്ളാഹു തെരഞ്ഞെടുക്കണം. ആ തെരഞ്ഞെടുപ്പ് കിട്ടിയവർക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ സെലക്ടഡ് പേഴ്സൺസ്, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടതെന്താ? അവരവരുടെ സ്വന്തമായ ജീവിതത്തെ നന്നാക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ജീവിതം ഉണ്ടാകണം. അവരുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. എന്തും പഠിക്കാം. മതം പഠിക്കുന്നു എന്നതുകൊണ്ട് മറ്റു പഠനങ്ങൾ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മതപഠനത്തിന്റെ ആവശ്യമാകുന്ന അതിന്റെ സമയത്തെ കൃത്യമായി വിനിയോഗിച്ചാൽ മറ്റു പഠനങ്ങളുടെയും പിന്നാലെയും പോകാവുന്നതാണ്. ഇവിടെ എന്താണ് മഹാരഥനായ ഉസ്താദിന്റെ രീതി എന്നെനിക്കറിയില്ലെങ്കിലും അങ്ങനെയും പഠിച്ചാലും സത്യത്തിൽ 2 രീതിയിലുള്ള പഠനങ്ങൾ കൊണ്ടും വലുതായി പോകാവുന്നതാണ്. ദീനിന്റെ മാർഗത്തിൽ ഒരു നിയ്യത്തുണ്ടാക്കിയത്. മഹാനായ തഴവ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നിയ്യത്തു നന്നെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിപ്പോരുമടോ. നിയ്യത്തു നന്നെങ്കിൽ എന്തും ചെയ്യടോ. എന്തെല്ലാം ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാൻ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് മതപഠനം എന്ന് പറയുന്നതിനെ സങ്കുചിതമാക്കാനല്ല, അതിനൊരുപാട് വിശാലമായ അർത്ഥത്തിൽ കാണാം. അതുകൊണ്ടാണ് നമ്മുടെ ദർസുകളിൽ എല്ലാ കാലത്തും ശരിക്കും പറഞ്ഞാൽ മതപഠനം എന്നതിനെ അതോടൊപ്പം തന്നെ ചേർക്കാവുന്ന മതേതര പഠനവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോജിക് എന്ന് പറയാവുന്ന മന്തിക്കുള്ളത്, മആനിയുള്ളത്, ഇൽമുൽ ഹന്ദസയുള്ളത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നേർക്കുനേരെ മതത്തിന്റെ പഠനത്തെ സഹായിക്കുന്നത് എന്ന നിലയിൽ അതിന്റെ ആവശ്യ സാധനങ്ങളാണെങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മതേതര വിദ്യാഭ്യാസമാണ്. മതേതര വിദ്യാഭ്യാസം അങ്ങനെ പഠിച്ചവരല്ലേ നമ്മുടെ മുൻഗാമികൾ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുമ്പോ കേരളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതി, ഇമാം മാലിക് തങ്ങൾക്ക് ശേഷം റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ജനാസ നമസ്കാരമാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നമസ്കാരം.
ഗ്രാമങ്ങൾ കേരളത്തിന്റെ ഗ്രാമങ്ങൾ മുഴുവനും ആ വഴിയോരങ്ങളിലേക്ക് ഒതുങ്ങിയതുപോലെ, കേരളീയ മുസൽമാൻ മുഴുവനും അങ്ങോട്ട് ഓടിച്ചെന്ന പോലെ കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന റഈസുൽ മുഹഖ്ഖിഖീൻ, ആധ്യാത്മിക പ്രകാശങ്ങളുടെ ആധ്യാത്മിക ചക്രവാളത്തിന്റെ ചക്രവർത്തിയായിരുന്ന മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ വഫാത്ത്, അവിടുത്തെ ജനാസ നമസ്കാരത്തിന്റെ കഥ പറയുകയാണ് പ്രഗത്ഭനായ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് സാഹിബ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, PWD എഞ്ചിനീയർമാർ വരെ മഹാനവകളുടെ മുമ്പിൽ പോയിരുന്ന് എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്ക് പോലും ചോദ്യം ചോദിച്ചു സംശയം തീർക്കുമായിരുന്നു. ആരാ കണ്യത്ത് ഉസ്താദ്? എന്താ കണ്യത്ത് ഉസ്താദിൽ നിന്ന് അവർക്ക് നേടാനുള്ളത്? ഇത് മങ്കട അബ്ദുൽ അസീസ് സാഹിബ് എഴുതിയതാണ്, ഞാൻ ഓർക്കുന്നു. PWD എഞ്ചിനീയർമാർ അവരുടെ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും കണ്യത്ത് അഹ്മദ് മുസ്ലിയാരെ സമീപിച്ചിരുന്നു. കണ്യത്ത് ഉസ്താദ് അതിന് പരിഹാരപ്പെടുത്താം എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ അവിടെ ഉണ്ടാകുന്നത്? ഈ എഞ്ചിനീയറിംഗും പഠിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾക്ക് അവരുടെ അനന്തരാവകാശ സ്വത്തുക്കളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഗണിതശാസ്ത്രം എന്ന് പറയുന്നതിനെ നമ്മൾ കാണാതെ പോകാൻ കഴിയുന്നില്ലല്ലോ. ഒരു മുസ്ലിം പണ്ഡിതൻ ഗണിതശാസ്ത്രത്തിന്റെ സമീപനങ്ങൾ കൃത്യമായി പഠിച്ചെടുക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ മറ്റുള്ളവരെക്കാളും കൃത്യമായി ദശാംശ സംഖ്യകളെ കുറിച്ച് കൃത്യമായ പഠനമുണ്ടാകുന്നു അവന്റെ മുമ്പിൽ ഒരു അനന്തര പ്രശ്നം വന്നാൽ ആ അനന്തരാവകാശ സ്വത്തുക്കളുടെ വീതം വെക്കലിൽ ആരെയും പേടിക്കാതെയും കൂസാതെയും അവനത് കൈകാര്യം ചെയ്യുന്നു. ഒരു വിദ്യയെ കൂടുതലെന്നതാണ് ഇസ്ലാമിക് ഇൻഹെറിറ്റ് ലോ. അവന്റെ മുമ്പിൽ ഈ മാത്രം കയറി വന്നാൽ ഇന്നയാൾ എങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക നിയമങ്ങൾ കാണുമ്പോഴേക്കും അവനാകെ ബേജാറാകും. അവൻ ആ കണക്കുകൾ കൂട്ടാൻ ഒരുപാട് നാൾ പഠിക്കണം. ഇപ്പോഴും സാധാരണ മുഹമ്മദ് പോയെന്ന് വെച്ചാ വക്കീലെ, സാധാരണ വക്കീലന്മാർ പലരും ഈ വിഷയത്തിൽ വീണ്ടും സംശയം ചോദിക്കാറുണ്ട്. എന്തേ കാരണം? അതൊരു വലിയ വിജ്ഞാന ശാഖയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൽമിന്റെ പകുതി എന്ന് പറയപ്പെടുന്നത് പോലെ ഫറായിൽ ഒരു വലിയ വിജ്ഞാന ശാഖയാണ്. പക്ഷേ അത് മുസ്ലിം പണ്ഡിതന്റെ കയ്യിലുണ്ട്. ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ എന്ന് പേര് പറഞ്ഞ് ലോ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മുമ്പിൽ അതൊരു വലിയ പ്രശ്നമാകുമ്പോഴും ഇവനതൊരു കരകലാമലകം പോലെ തന്റെ കയ്യിലെ പൂ പോലെ അവനത് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവനത് പ്രശ്നമാകുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം ദർസിൽ നിന്ന് നാം നേടിയെടുക്കുന്ന ഓരോന്നും ശരിക്കും പറഞ്ഞാൽ മന്ദിക്കും നിയമത്തിന്റെ ഭാഗമായി പഠിക്കാറുണ്ട്. അത് ആ അർത്ഥത്തിൽ ഒരു ഗ്രീക്ക് ലോജിക് എന്ന നിലയിൽ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് തന്നെ കടന്നുപോകുന്നു. ഇതൊക്കെ പഠിച്ച വിദ്യാർത്ഥി എങ്ങനെയാ മോശാവ? ഇതൊക്കെ പഠിച്ചവനെ എങ്ങനെയാ വെറും ഒരു അപരിഷ്കൃതനായ തലക്കെട്ടുകാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കുക? അതുകൊണ്ട് ഇതിൽ ഒരു അഭിമാനത്തോടുകൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, എന്റെ ഈ തലക്കെട്ട് കേവലം ഒരു മൗലിദിലേക്കും റാത്തീബിലേക്കും നീ ഒഴിവാക്കുമ്പോ, ജനാസ ഇരിക്കുമ്പോ അവിടെ വെറുതെ ഇരുന്നൊന്ന് ഫാത്തിഹ ഓതാനും ഖുർആൻ ഓതാനും മാത്രമാക്കി നീ കാണുമ്പോൾ അങ്ങനെയല്ല. അതെല്ലാത്തിന്റെയും പ്രമാണങ്ങൾ പറയാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന ബുദ്ധിയുള്ളവനാണ് ഈ പണ്ഡിതൻ. അങ്ങനെ പോകാൻ കഴിയുന്നവനാണ് പണ്ഡിതൻ. അത് എന്തുകൊണ്ടുണ്ടായി? അല്ലാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മളവിടെ അപകർഷബോധത്തിന്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതില്ല. അല്ലാഹു തെരഞ്ഞെടുത്താൽ ലോകത്ത് ഇസ്ലാം നടത്തിയ ഈ മുന്നേറ്റങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കൂ. അവിടെയെല്ലാം കാണുന്നത് ഖുർആൻ കയ്യിലെന്തിയവരാണ്. ആധുനിക ശാസ്ത്രത്തിന് പോലും അടിത്തറ പാകിയത് ഖുർആൻ കയ്യിലെന്തിയവർ. ഫിലിപ്പ് കെ ഹിറ്റി എന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ പറയുന്നുണ്ട്, Europe was made in the Dark Ages. The Arabs and Moors who were Muhammadans were making rapid strides in every branches of science and arts എന്ന് തന്നെ പറയുന്നു. യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നു. Made in the Dark Ages, അന്ധകാരത്തിന്റെ കാലം. പക്ഷേ അറബികളും അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ മൂർസ് ഇവരൊക്കെയും മുഹമ്മദീയരായിരുന്നു. അവർ മുഹമ്മദീയരായിരുന്നു. They are making rapid strides in every branches of science and arts. കലയിലും ശാസ്ത്രത്തിലും അവരാണ് ആദ്യം നടന്നത് എന്ന് പ്രഗത്ഭനായ ചരിത്രകാരൻ പറഞ്ഞു.
അവനാണ് ശാസ്ത്രത്തിന്, അവനാണ് കലയ്ക്ക്, അവനാണ് സാഹിത്യത്തിന് അടിത്തറ ഭാഗ്യം. മുസ്ലിങ്ങൾ മഹാനായ മുഹമ്മദ് മുസൽ ഖവാരിസി മഹാനുഭാവനാണ് അൽജിബ്ര എന്ന് പറയുന്ന ഗണിതശാസ്ത്ര ശാഖ ഉണ്ടാക്കുന്നത്. ഗണിതശാസ്ത്രത്തിന് അൽജിബ്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്ര രീതിയെ ഉണ്ടാക്കി കൊടുക്കുന്നത് മഹാനായ മുഹമ്മദ് മുസൽ ഖവാരിസി. ജബർ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അൽജിബ്ര. ഇംഗ്ലീഷിൽ അൽജിബ്ര എന്ന് പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് അൽ ജബ്റാണ്. ഒരു ന്യൂനതയെ പരിഹരിക്കാനാണ്. നമ്മൾ സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിലിരുന്ന് നമ്മെ ദുആ ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വജുബുർനി എന്നാണ്. ഉജുബുർനി, പടച്ചവനെ പരിഹരിച്ചതാ. ആ പരിഹാരം എന്നർത്ഥം വരുന്ന തരത്തിൽ തന്നെയാണ് ജബർ എന്ന് പറയുന്നത്. അതേ പ്രയോഗത്തെ ആണ് അൽ ജബർ, അൽ ഇസ്ലാം ചേർക്കുമ്പോൾ അൽ ജബർ. അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോഴാണ് അൽ ജിബ്ര എന്നായിരുന്നു. അതിനർത്ഥം ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ ഗണിതശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, മുസ്ലിം പണ്ഡിതൻ. നിങ്ങൾ ആൽക്കലി എന്ന് കേൾക്കുമ്പോഴും ഇതുപോലെ തോന്നാം. ശരിക്കു പറഞ്ഞാൽ അസിഡിറ്റിക്കെതിരായി അസിഡിറ്റിയെ നിർവീര്യമാക്കാനുള്ള ഘടകമാണ്. എന്താ ആൽക്കലി? കലായ അലി എന്നതിന്റെ ഇസ്മുൽ ഫായിൽ ഖാലിൻ, അതിൽ അൽ ഇസ്ലാം ചേർത്താൽ അൽ ഖാലി. അതിനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൽക്കലി. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ മുസ്ലിങ്ങളുടെ സംഭാവനയാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾ കണ്ടെത്തിയതാണ്, അന്വേഷിച്ചതാണ്. അൽ കീമിയ എന്ന പേരിൽ രസതന്ത്ര ശാസ്ത്രശാഖയെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. മുസ്ലിം പണ്ഡിതനാണ്. അവനാണ് ഈ ഗണിതശാസ്ത്രത്തിലും, അവനാണ് ഈ ശാസ്ത്രത്തിന്റെ ഓരോ വഴിയിലും ഇതിനെല്ലാം വൈദ്യശാസ്ത്രത്തിന്റെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറകൾ പഠിക്കുന്നത് മുസ്ലിം പണ്ഡിതനാണ്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന്റെ ആഹ്വാന പ്രകാരം وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر. അവൻ ഒട്ടകത്തിന്റെ ജന്തുശാസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? എങ്ങനെയാണ് ആ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ, ആ ഒട്ടകത്തിന്റെ ജൈവശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ച് ആലോചിച്ചാൽ അവൻ അവസാനം അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാതെ തരമില്ല. ഒട്ടകത്തിന്റെ പൂഞ്ഞക്കെട്ടിൽ ഉള്ള കൊഴുപ്പാണ് മാസങ്ങൾ നീണ്ടാൽ അതിന് യാത്ര ചെയ്യുമ്പോൾ ആ കൊഴുപ്പിനെ വിഘടിപ്പിച്ചെടുത്ത് വെള്ളമാകുന്നത്. അങ്ങനെ അതിന്റെ ജലാവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റപ്പെടാൻ സാധ്യമാകുന്ന കൊഴുപ്പ് ശേഖരിക്കപ്പെട്ടതാണ് ഈ പൂഞ്ഞക്കെട്ട്. ആധുനിക ശാസ്ത്രം അത് പറഞ്ഞു തരുന്നു. ഒട്ടകത്തിന്റെ ശരീരത്തിൽ വളരെ മൃദുവായി നിൽക്കുന്നതിന്റെ രോമകൂപങ്ങൾ വളരെ റിഫ്ലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സൂര്യതാപം ഒരിക്കലും ശരീരത്തിലേക്ക് എത്താതെ അത് ആ അർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്തു പോകുന്നു. ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നൊന്ന് ചിന്തിച്ചാൽ, ഈ ആകാശങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, ആകാശങ്ങൾക്ക് അനന്തമായ ആകാശങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചാൽ 20ാം നൂറ്റാണ്ടിലും 21ാം നൂറ്റാണ്ടിലും ഉണ്ടായ ആകാശശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വിശദമായി വരുമ്പോൾ വളരെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്, ഈ ആകാശം വികസിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയത് 20ാം നൂറ്റാണ്ടാണ്. ആകാശം ഇങ്ങനെ നിരന്തരം വികസിക്കുന്നു എന്നാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 കൊല്ലം മുമ്പ് അഷ്റഫുൽ ഖൽഖിന്റെ നാവിലൂടെ ഖുർആൻ പറഞ്ഞു, ഒരു തൗക്കീദല്ല, രണ്ടെണ്ണം. നമ്മൾ ആ പണി ചെയ്തുകൊണ്ടേ വികസിപ്പിക്കുന്നു. ആകാശത്തെ വികസിപ്പിക്കുന്നു എന്ന് ഖുർആൻ. ആകാശം നാം ശക്തമായ ഘടകങ്ങൾ കൊണ്ട് പണിതെന്നിട്ട് നാം ഇതിനെ വികസിപ്പിച്ചുകൊണ്ടേ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ കൂടിയായ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൂടിയായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ആകാശം വികസിക്കുന്നു എന്ന് പറഞ്ഞതാണ് 20ാം നൂറ്റാണ്ടിന്റെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ദ ഡിസ്കവറി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിംഗ്. ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞതാണ്.
ഇപ്പോ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടയിൽ ലോകത്തെ ഒരു ഗവേഷക പ്രബന്ധം ഇങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രപഞ്ചം എരിഞ്ഞടങ്ങാൻ തുടക്കമായി കഴിഞ്ഞു. അതൊരു ഗോളം ചുരുട്ടിയെടുക്കുന്നത് പോലെ ചുരുട്ടിയെടുക്കപ്പെടുന്ന നാശത്തിന്റെ വക്കിലാണ് മനുഷ്യനുള്ളത്. വേണമെങ്കിൽ അത് പെട്ടെന്നാവാം, അല്ലെങ്കിൽ കുറെ കാലമെടുത്താകാം. അങ്ങനെ ഒരു വ്യതിയാനം പ്രപഞ്ചത്തിന് സംഭവിക്കുന്നു. ഒരു ഗോളം ചുരുട്ടിയെടുക്കുന്നത് പോലെ. ഗ്രന്ഥത്തിനെ ചുരുട്ടിയെടുക്കുന്നത് പോലെ ആകാശത്തെ നാം ചുരുട്ടിയെടുക്കുന്ന ദിവസം നോക്കൂ. ഇതെല്ലാം പറഞ്ഞതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയവനാണ് മുസ്ലിം പണ്ഡിതൻ. 2 മഗ്രിബുകളും 2 മശ്രിഖുകളും അന്വേഷിച്ച് ആദ്യം കണ്ടെത്തിയത്, അമേരിക്ക കണ്ടെത്തിയത് മഹാനായ മുഹമ്മദ് മുസ്ലിം ഖവാരിസിനെ തന്നെയാണെന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളറിയാതെ നമ്മുടെ കൊച്ചുമക്കൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. എന്താ കാരണം? മശ്രിഖുകൾ ഏതെന്നറിയാൻ, മഗ്രിബുകൾ ഏതെന്നറിയാൻ, 2 മശ്രിഖുകൾ അറിയാൻ, 2 മഗ്രിബുകൾ അറിയാൻ വേണ്ടി അന്വേഷിച്ചു നടന്ന മഹാനായ പണ്ഡിതൻ. അതുകൊണ്ടാണ് മുസ്ലിം ഖവാരിസിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു രാത്രിയിൽ ഖത്ം തീർക്കുന്ന മഹാനായിരുന്നു എന്നാണ്. ഖുർആൻ കയ്യിലെന്തി ആധുനിക ശാസ്ത്രത്തിന് ഊടുംപാവ് നൽകാൻ മുസ്ലിം പണ്ഡിതന് സാധിച്ചു എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ വിവരത്തിന്റെയും ജ്ഞാനത്തിന്റെയും സ്വഭാവം ഇതാണ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പലപ്പോഴും നമ്മൾ അപകർഷബോധത്തിലേക്ക് പോകുന്നത്? ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ പരമാവധി നിങ്ങൾ ആ ഇസ്സത്തിനെ നിലനിർത്തുന്ന വിധം തലയിൽ കെട്ടി ആ ബോധത്തോടുകൂടെ ജീവിക്കണം. ഇത് റേഷൻ കടയിലെ കാർഡല്ല, അങ്ങനെ ആവരുത്. ആരുടെയോ മുമ്പിൽ വരുമ്പോൾ മാത്രം ഇടുന്നതല്ല, ഇടേണ്ടതാവരുത്. അങ്ങനെ ഒരു തലകുനിക്കേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിലെ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവരുത്. എന്തൊരു വൃത്തികെട്ട രീതിയായിരിക്കും അത്. ഈ ഇസ്സത്ത് നിലനിർത്തേണ്ട നമ്മളല്ലേ. മറ്റാരോ വലിയ വേഷങ്ങളും ഭാവങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ അറിയണം, അവർ കാണിക്കുന്ന വ്യാജം കൂടുതൽ കൂടുതൽ പളവളപ്പോടുകൂടെ അവർ കാണിച്ചു വരുമ്പോ യഥാർത്ഥമായി അത് കാണിക്കാൻ ബാധ്യതയുള്ള നാം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വലിയ അപകടം ചെയ്യും. വ്യാജന്മാർ പലയിടങ്ങളിലാവുകയാണ്. അപ്പോൾ നല്ല സ്വലാഹത്തുള്ളവർ മറ്റൊരു തരത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണത്. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്കൊരിക്കലും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലും രാജ്യം ഉണ്ടാകാൻ പാടില്ല. എന്തിന് ലോക ചരിത്രത്തിന്റെ ഇന്നലകൾ വായിച്ചെടുക്കുമ്പോൾ അഭിമാനത്തോടെ പണ്ഡിതൻ പറയണം, ഈ പണ്ഡിതനില്ലായിരുന്നെങ്കിൽ എന്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പോലും എന്തു നേടാൻ സാധിക്കുമായിരുന്നു? എന്തു നേടാൻ? നിങ്ങൾ നോക്കൂ, കേരളീയ മുസ്ലിം സമാജം 2 പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുടെ അഹോരാത്രമായ പ്രവർത്തനത്തിന്റെയും ബന്ധത്തിന്റെയും വഴികൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ വലുതായി നിൽക്കുന്നത്. അതല്ലാഹുവിന്റെ അനുഗ്രഹം. ഏതാ 2 ഘടകങ്ങൾ? ഒന്ന് മഹാന്മാരായ ഉലമാക്കൾ, മറ്റൊന്ന് മഹാന്മാരായ സാദാത്യങ്ങൾ. സയ്യിദും ആലിമും കൂട്ടുപിടിച്ചതാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം. വേറെ ആരും ഈ ഉമ്മത്തിനൊരു ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ പറയുകയാണ്. ഞാൻ പറയുന്നത്, അവരൊരുമിച്ച് കൂടിയപ്പോഴുണ്ടായ മുന്നേറ്റങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അതുണ്ടാക്കിയ വലിപ്പം വലുതാണ്. നിങ്ങൾ ബംഗാളിലേക്ക് പോയി, അവിടെ ഇത് കാണാനില്ല, അവിടെ ഇത് കാണാൻ സാധിക്കുന്നില്ല. മുസഫർ നഗറിൽ തണുത്തുവിറച്ച് ആ പാടത്ത് പാവപ്പെട്ട മുസ്ലിം അവന്റെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ മരിച്ചു വീഴുന്നത് നമ്മളിങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുമല്ലാത്തൊരു ടാർപോളിൻ ഷീറ്റിന്റെ താഴെ 0 ഡിഗ്രിയിലേക്ക് പോലും എത്തുന്ന തണുപ്പിന്റെ വിറപ്പിൽ അവിടെ ചെന്നു നിന്നാൽ മറ്റുള്ളവർക്ക് ഒരിക്കലും നിൽക്കാൻ സാധിക്കാത്തവിടത്ത് കുഞ്ഞുമക്കൾ വിറച്ചു മരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ മുസഫർ നഗർ. എന്തെന്ന് ചോദിക്കാൻ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ചെറുവിരലാക്കാൻ അവിടെ മുസ്ലിം സംഘശക്തികൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒന്നുമില്ല. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേതാക്കന്മാരില്ലാതിരുന്നിട്ട് എന്നാണോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ എത്രയോ പ്രഗത്ഭരുണ്ടായിരുന്നു അവിടെ. മൗലാന മുഹമ്മദ് അലിയെ, മൗലാന ഷൗക്കത്ത് അലിയെ, ഇന്ന് പണ്ഡിതന്മാർ ഹുസൈൻ അഹമ്മദ് മദനിയെ, മൗലാന അലി മിയാനെ, മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബ് എന്ന അലി മിയാനെ. സമീപകാലത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ കാണുന്ന എത്ര പണ്ഡിതന്മാരും എത്ര പ്രഗത്ഭരായ നേതാക്കളും. പക്ഷേ ഉത്തരേന്ത്യയിലെ മുസ്ലിം
പശ്ചിമ ബംഗാൾ മുതൽ അങ്ങോട്ട് ആസാമിലേക്കുമൊക്കെ കടന്നു പോകുന്ന മുസ്ലിം, അവൻ ഈ അർത്ഥത്തിൽ തന്റെ സ്വത്വം നിലനിർത്തുന്ന വിധം അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ പോയതിന്റെ കാരണം പണ്ഡിതനും അതോടൊപ്പം തന്നെ സയ്യിദും നേതാവും ആലിമും ഒരുമിച്ച് നടത്തേണ്ടത് നടക്കാൻ ആ അർത്ഥത്തിൽ ഒരു സാമൂഹിക പശ്ചാത്തലം അവിടെ ഒരുങ്ങാത്തതുകൊണ്ടാണ്. ബഹുമാന്യനായ ഹാമിദ് സാഹിബ് എന്ന പ്രഗത്ഭനായ IAS ഓഫീസറോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്ത് തോന്നുന്നു കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച്? അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കുഞ്ഞുമക്കൾ പ്രഭാതത്തിൽ മദ്രസയിലേക്ക് പോകുന്ന, പുസ്തകങ്ങളും എടുത്ത് മദ്രസയിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചത്. ഞാൻ ആ പ്രഗത്ഭനായ IAS ഓഫീസറോട് ചോദിച്ചു, അങ്ങക്ക് എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു വിദ്യാഭ്യാസ രീതികൾ കൊണ്ടുവന്നുകൂടാ? അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടറ്റങ്ങളെ കൂട്ടിയോജിപ്പിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്റെ കർത്തവ്യമാണ്. ഒന്ന് പ്രമാണിമാരുടെ ഒരറ്റം, മറ്റൊന്ന് പാവപ്പെട്ടവന്റെ അറ്റം. കുടിലുകളിൽ നിന്ന് വന്ന് ദർസുകളിൽ പഠിച്ച് പിന്നെ സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് വന്ന പണ്ഡിതൻ കൊട്ടാരങ്ങളിൽ ജീവിച്ച മുതലാളിയോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾക്ക് സമുദായത്തിൽ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്, അത് ചെയ്തേ പറ്റൂ. അവൻ ഈ പാവപ്പെട്ടവനെയും ഈ പണക്കാരനെയും ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്നത് സേതുബന്ധനമായി മാറി. അവൻ ആ പാലം. ഉത്തരേന്ത്യയിലെ പണ്ഡിതൻ സ്വന്തം കൊട്ടാരത്തിന്റെ ഉള്ളിലിരുന്നപ്പോ മരണശാലകൾ വേണം, മദ്രസകൾ വേണം, അത് പറയാൻ അതിനൊരു സംഘശേഷിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ ആ ആശയത്തിന്റെ പുരീകരണത്തിന്, അതിന്റെ പ്രകാശനത്തിന്, അതിന്റെ പ്രസരണത്തിന് അങ്ങനെ ഒരു സർവശക്തി ഉണ്ടായി. 945 സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന മുസ്ലിം കേരളത്തിന്റെ അനിശ്ചയ നാമധേയം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരോട് പറഞ്ഞു, നമുക്ക് മദ്രസകൾ ആവശ്യമാണ്. രാജ്യം സ്വതന്ത്രമായാൽ ഈ നാട്ടിൽ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അവിടെ തീർച്ചയായും നമുക്ക് ആവശ്യമാണ്, നമുക്ക് മദ്രസകളിലൂടെ മതപഠനം ആവശ്യം. 10,000 മദ്രസകൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് വന്നപ്പോ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ ഇല്ലാത്ത ഈ ഒരു വലിയ മാതൃക സൃഷ്ടിക്കപ്പെട്ടപ്പോ നമ്മളിന്ന് പ്രബുദ്ധരാണ്. നമുക്ക് സ്വത്വപരമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന സാംസ്കാരിക അവകാശമുള്ളവരാണ് എന്ന് പറയുന്ന ഒരു എന്തുകൊണ്ടാണ് നേടാൻ സാധിച്ചത്? മഹാന്മാരായ ഉലമാഇന്റെയും സയ്യിദിന്റെയും കൂടെ നടക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. സമസ്തയുടെ കൂടെ നിന്നുകൊണ്ട്, അതിന്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. 100 കണക്കിന് ഇതുപോലെയുള്ള കലാലയങ്ങൾ നിങ്ങൾ ആലോചിച്ചു. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് SKSSFന്റെ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയ ആ ക്യാമ്പയിനിലെ ഒരു അക്കാദമിക് ചർച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് ഷാർജ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കേരളം കണ്ടാൽ ഒരു അറബ് രാജ്യം പോലും കൊതിച്ചു പോകുന്ന വിധം മാറ്റങ്ങളുള്ള സമുദായത്തെ ആ അർത്ഥത്തിൽ വൈജ്ഞാനികമായി വളർത്താൻ സാധിച്ചൊരു നാട്. മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും ഒക്കെ സേവനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, മതപഠനത്തിന് ഇത്രമേൽ കൃത്യമായ വ്യവസ്ഥാപിത സംവിധാനമുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് ഇങ്ങനെ മാറ്റങ്ങൾ നടത്താൻ സാധിച്ച സംഘശക്തിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മാറ്റങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ പറയുന്നു, ഇതൊന്നും അറബ് രാജ്യങ്ങളിൽ പോലും കാണാൻ സാധിക്കാത്തതാണ്. കേരളീയ മുസ്ലിങ്ങൾ മഹാഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് അതൊക്കെ നേടാൻ സാധിച്ചത്? നാം ആദരിക്കേണ്ടവരെ ആദരിക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാനതാണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ആദരം പ്രധാനമാണ്. നാം ആദരിക്കേണ്ടവരെ ആദരിച്ചു. നിങ്ങൾ നോക്കൂ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആദരണീയനായ നായകനായി. വലിയ വിദ്യാഭ്യാസമുണ്ടായിരുന്ന ലോ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഗാന്ധിജി വന്ന് പ്രസംഗിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ സാധിച്ച വളരെ പ്രഗത്ഭനായ CD സാഹിബിനെ പോലെയുള്ളവർ പോലും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അനുയായിയായി മാറി. ആരാ CD സാഹിബ്? ഗാന്ധിജി കേരളത്തിൽ വന്ന പ്രസംഗം, അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ കൊണ്ടുവന്നത് CD എന്ന അന്ന് ലോ കോളേജിലെ വിദ്യാർത്ഥി കൂടിയായ KM CD സാഹിബിനെ.
ഗാന്ധിജി പ്രസംഗിച്ചു, ST കോളേജിന്റെ കവിതകൾ ഉദ്ധരിച്ചു. വാട്ടർ വാട്ടർ എവരിവെയർ നോ തോട്ട് ടു ഡ്രിങ്ക്. പറഞ്ഞു തീർന്നില്ല, സീരിയസ് ആയി പരിഭാഷപ്പെടുത്തി. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്രേ. പക്ഷെ ആ സീരിയസ് സാഹിബിനെ പോലും എന്റെ നേതാവ് എന്ന് വിളിപ്പിക്കാൻ മാത്രം പ്രാപ്തനായി മാറിയത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ആ തങ്ങളുടെ കൈ പിടിച്ചു മുട്ടിയിട്ടാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് വളർന്നത്. മഹാന്മാരായ പാലക്കാട് കുടുംബത്തിന്റെയും ഉലമാഇന്റെയും കൂടെ നിന്നുകൊണ്ടാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ വളർച്ചകളൊക്കെ നേടിയത്. ആദരിച്ചതുകൊണ്ടാണ്, അനാദരിച്ചതുകൊണ്ടല്ല. സ്നേഹിച്ചതുകൊണ്ടാണ്, ശാസ്ത്രവും കൊണ്ടല്ല. അംഗീകരിച്ചതുകൊണ്ടാണ്, നിഷേധിച്ചതുകൊണ്ടല്ല. അതുകൊണ്ടോ നമുക്കിതെല്ലാം നേടിയെടുക്കാം. അതേസമയം ഇതിനെതിരായവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, കേരളത്തിൽ സമസ്തയെ പോലെ ഇന്ന് അജയ്യമായ പഴുത്തു നിൽക്കാൻ സാധിക്കുന്ന ഏത് സംഘടനയുണ്ട് കേരളത്തിൽ? ഏത് സംഘടനയ്ക്ക് സാധിക്കും? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരിക്കലും ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നില്ല. മറുഭാഗത്തുള്ള എല്ലാ സംഘടനകളെയും നിങ്ങൾ അളക്കും. മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് പറഞ്ഞിരുന്നുണ്ട്, ജിന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും അത് അപരിഷ്കൃതരായൊരു പറ്റം ആളുകളാണ്. പരിഷ്കരിച്ചവരെയൊക്കെ പറയാ ഇൻസുന്നാണ്, അല്ലാത്തവരൊക്കെ ജിന്നാണ്. അങ്ങനെ പോലും അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചവർ അവസാനം ഇന്ന് ജിന്നിനി കുടുങ്ങിയിട്ടിപ്പോ മാണിയുടെ സിദ്ധാന്തം പോലെയായി വളരുന്തോറും പിളരുന്നാണ് മാണി പറഞ്ഞത്. അങ്ങനെയല്ല, ഇവരാലോചിക്കുന്തോറും പിളരാണ്. എപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ മതി, ദിവസവും പിളരാണ്. ഒരു ജിന്നാണ് ഇതിന് കാരണം. ഇബാദുല്ലാഹി അഈനൂനി എന്ന ഹദീസ് വച്ചിരുന്ന് ശിർക്കുണ്ടോ ഇല്ലയോ എന്നാലോചിച്ചാലോ പരസ്പരം തമ്മിലടിച്ച് പിരിയേണ്ടി വരുന്ന ഗതികെട്ട ഒരവസ്ഥയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമിയോ അതിന്റെ ആവിർഭാവ കാലത്തുള്ള ദുരന്തങ്ങൾ മുഴുവനും അതിപ്പോഴും അതിന്റെ പിന്നിൽ കൂടുകയാണ്. ഒരു ഷാഡോ പോലെ. നോക്കൂ നിങ്ങൾ, നമ്മൾ എത്ര മതേതരവാദിയാണെന്ന് ആരോട് പറഞ്ഞാലും ആർക്കൊട്ടും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എത്ര വട്ടം മതേതരത്വം പ്രസംഗിച്ചാലും ആളുകൾ പിന്നെയും ഭരണഘടനയുടെ പിന്നാലെ പോകും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നോക്കിയിട്ട് പറയേ ഇത് സാധനം ശരിയല്ല. ഇത് പണ്ടേ പറഞ്ഞത് ഇന്ത്യയുടെ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്, ഉദ്യോഗവൃത്തികളിൽ ഒന്നും ഏർപ്പെടാൻ പാടില്ല എന്നാണ്, ഇവിടെ ഇഖാമത്തുദ്ദീൻ നടപ്പിലാക്കാൻ പോകണമെന്നാണ്. ഇന്നലെയും അത് ചർച്ചയാണ്. എത്ര ഇട്ട് കുളിച്ചിട്ടും ആർക്കും നമ്മളെ മനസ്സിലാവണില്ല. എത്ര തവണ ഇത് പറഞ്ഞിട്ടും മനസ്സിലാകാതെ പോകുന്നു. അവസാനം ജമാഅത്തെ ഇസ്ലാമി സ്വന്തം ഒരു പേര് മറ്റൊരു പേരിട്ടു, വെൽഫെയർ പാർട്ടി എന്ന് പേരിട്ടു. കേരളത്തിന്റെ മതപരിസരത്തിന് നിൽക്കാനാവാത്ത വിധം ഒരു രാഷ്ട്രീയ പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമി മാറി. എന്താ അവരുടെ അവസ്ഥ? പറഞ്ഞത് മുഴുവൻ തിരുത്തേണ്ടി വന്നു. കേരളത്തിൽ കുറെ തീവ്രവാദ ചിന്തകളുണ്ടായ ചെറുപ്പക്കാരോ ദിവസവും അവരിങ്ങനെ പേര് മാറ്റി. ഇന്ന് കണ്ട പേരല്ല നാളെ ഉണ്ടാവുക, നാളെ കണ്ട പേരല്ല പിന്നെ ഉണ്ടാവുക. എത്ര പേരെ അവരിങ്ങനെ മാറ്റുന്നത്. NDF എന്നാക്കി, SDPI എന്നാക്കി, പോപ്പുലർ ഫ്രണ്ട് എന്നാക്കി. ഇനി എന്നാണാവോ മറ്റൊരു പേരുണ്ടാവുക? സുബ്ഹാനല്ലാഹ്, ഒരു പ്രവർത്തകൻ സ്വന്തം സംഘടനയുടെ പേര് പഠിക്കാൻ വേണ്ടി ദിവസവും കടലാസും പേനയുമായി നടക്കേണ്ട ഗതികളുണ്ടായി. എന്താ കാരണം? നിലപാടിൽ ഉറച്ചു നിൽക്കാത്തത്. നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അത് സാധിക്കുമായിരുന്നു. നിലപാടില്ലാത്തതുകൊണ്ടല്ല. തബ്ലീഗ് ജമാഅത്ത് എന്താണ് ചോദിച്ചാൽ തബ്ലീഗ് ജമാഅത്ത് സുന്നികൾ കൂടിയെടുത്താണെങ്കിൽ മീലാദിനും മൗലിദിനും ഒക്കെ ഇരിക്കും. അല്ലാത്തടത്തായാലോ അപ്പോൾ മുജാഹിദുകാരുടെ കൂടെയും കൂടും. എപ്പോഴും എങ്ങനെയും നിറം മാറാൻ കഴിയുന്ന ഒരു ഓന്തായി തബ്ലീഗ് ജമാഅത്ത്. ഇനി സമസ്തയിൽ നിന്ന് പോയവന്റെ കഥയോ അത് പറയാതിരിക്കലാണ് ഭേദം. ഇത്രയേറെ നാളുകെട്ട് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു മുഖം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലില്ല. അഷ്റഫുൽ ഖൽഖിന്റെ പേരിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുങ്ങിയത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടത്തിന് വച്ചാലുണ്ടാകുന്ന അബദ്ധം എത്രമേൽ ഗുരുതരമാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ ഈ കാളവാല് പൊക്കുമ്പോ അറിയാം എന്താണ് സംഭവം. പണ്ടേ സ്വപ്നകഥകൾ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതെന്തോ ഇതിന്റെ പിന്നിൽ വരാനുണ്ട്. സ്വപ്നങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുഅ്മിനീങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദത്തു ശരീഫയിൽ പോയി സന്ദർശിക്കാൻ ചെല്ലുന്ന ഒരു പണ്ഡിതൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഭീകരമാണത്. അയാൾ അവിടെ ചെല്ലുമ്പോൾ വലിയ തിരക്കുള്ളത് കൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നു.
എന്നിട്ട് പിന്നെ രണ്ടാമത് മറ്റൊരു സമയത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാടി വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങോട്ട് വാ, തആൽ, ഇങ്ങോട്ട് വാ. അപ്പോഴും ഇദ്ദേഹം പറയുന്നു, തിരക്കുള്ളപ്പോ ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ വിളിക്കണം? സുബ്ഹാനല്ലാഹ്, തിരക്കുള്ളപ്പോ ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ വിളിക്കാൻ? അപ്പോ പറയാണ്, നിങ്ങൾ വരണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ഹുനാക അഷേഖ് അഹ്മദ് ബിൻ അബീബക്കർ എന്നാണ്, അല്ല, അബൂബക്കർ ബിൻ അഹ്മദ് എന്നാണ് പറഞ്ഞു വെച്ചത്. നോക്കൂ നിങ്ങൾ, ഞാൻ അതിന്റെ വലിപ്പ ചെറുപ്പങ്ങളെക്കാൾ പ്രധാനമായി കാണുന്ന ഒരു വലിയ പ്രശ്നം അവിടെ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ആ ഹബീബ് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണം, എന്നെയല്ല നിങ്ങൾ സിയാറത്ത് ചെയ്യേണ്ടത്, അതിനേക്കാൾ വേണ്ടപ്പെട്ട മറ്റൊരാളും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തൊട്ടടുത്തു നിൽക്കുന്ന സാഹിബുർ റസൂൽ എന്ന് ഖുർആൻ പറഞ്ഞ ഹബീബിനെ അവിടുത്തെ ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളിലും കൂട്ടായി നിന്ന, സ്വർഗകവാടങ്ങൾ മുഴുവനും താങ്കൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാനുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിൽ ചെയ്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും ആ സ്ഥാനത്തിരുത്താൻ സാധിക്കും? ആ സ്ഥാനത്ത് ആരെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും? അവിടെ കൊണ്ടുപോയി കണ്ണീർ ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഗുരുത്തക്കേടിന് പാത്രീഭൂതനായ ഒരു പണ്ഡിതനെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധമായ പാണ്ഡാവിനെ അംഗീകരിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഹബീബിനേക്കാൾ അപ്പുറത്ത് അവിടെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ലെന്ന ബോധത്തോടുകൂടെ ഹബീബിനെ എല്ലാത്തിനേക്കാളും അപ്പുറത്ത് സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് ഈ ബോധം ചെലുത്താനുള്ള ശ്രമം എത്രമേൽ അപായകരമാണ്, എത്രമേൽ അപായകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നെ കാണാനല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റൊരാളുണ്ട് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ബോധമുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോ തെറ്റാണെന്ന് പറയാൻ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായോ? ആരെങ്കിലും? അലൈസ മിൻകും റജുലുൻ റഷീദ്, കൂട്ടത്തിൽ ഒരു പക്വതയുള്ളവൻ വേണ്ടേ? ആയത്ത് വേറെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ മാത്രം പ്രാപ്തമാണ് അങ്ങോട്ട് എങ്കിലും ഇങ്ങനെയെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ. കൂട്ടത്തിൽ പക്വതയുള്ള ആരായില്ലേ അവിടെ തിരുത്താൻ? എന്നിട്ട് ഈ സമുദായത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ വ്യാജ മുടി കൊണ്ടുവരും. അതിന്റെ പേരിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ എത്രമേൽ ഈ വിവാദങ്ങളുടെ കുരുക്കിലിട്ടു. ഞാൻ അന്നേ സംശയിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെയും പുരോഗാനത്തിന്റെയും അതിന്റെ ഈ സക്രിയമായ മുന്നേറ്റത്തിന്റെയും ഇടയിൽ അവരെ എവിടെയോ വെച്ച് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വിവാദമാക്കി ഇതിനെ കൊണ്ടുവരാൻ ആഗോള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാലോചിച്ചിട്ടുണ്ട്. ആഗോള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഇതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ജൂത സിയോണിസ്റ്റ് ചിന്തയുടെ സ്വാധീനമുണ്ടാകുമോ എന്നാലോചിച്ചു പോയിട്ടുണ്ട്. അത്രമേൽ രൂക്ഷമായിരുന്നു ഇവിടെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പരിസരം മുഴുവനും വിവാദങ്ങൾ, കുഴപ്പങ്ങൾ. അതിന്റെ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജ നിർമ്മിതി കൊണ്ടുവരാൻ ശ്രമിച്ചയാൾ. എന്നിട്ട് സനദ് ചോദിച്ചപ്പോ ആദ്യം സനദ് പറയുന്നു, പിന്നെ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദി ഔ ബിൽ അസ്നാദ് എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, പറഞ്ഞയാളാണ്. സനദിത എന്ന് പറഞ്ഞു ആ കൂട്ടത്തെ മുഴുവൻ വിശ്വസിപ്പിച്ച ആളാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ അഹദാത്തുൽ അസ്നാൻ, കുറെ പ്രായമില്ലാത്ത കുറെ കുട്ടികൾ, മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കുറെ വിഡ്ഢികൾ. ഇങ്ങനെ പറയാവുന്ന തക്ബീർ തൊഴിലാളികളായ ഒരു 10 ആളുകളെ വിശ്വസിച്ചു. എന്നിട്ട് അത് ബുദ്ധിയുള്ള പണ്ഡിതന്മാർ കണ്ടെടുക്കുകയും ഇതാണോ സനദെന്ന് ചോദിച്ചപ്പോൾ സനദ് അതല്ല, അതിന് സഭയാണ്, അത് പിതൃപരമ്പരയാണെന്ന് സ്വയം തിരിക്കുകയും സനദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ കൃത്യവും വിശദീകരിച്ചതുമായ അടിരേഖ അത് അബൂദാബിയിലാണ് എന്ന് പറഞ്ഞു പറ്റുകയും ചെയ്തവർ. നിവൃത്തിയില്ലാതെ ഒന്നാമത്തെ മുടിക്ക് സനദ് കൊണ്ടുവന്ന് ഒരു സമ്മേളനത്തിൽ വെച്ച് അങ്ങനെ വായിക്കുന്നു, ജീലാനി 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 എന്നിങ്ങനെ വായിച്ചു തീർക്കുന്നു. അത് സംബന്ധമായി പിന്നെ കേട്ടതും
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫി ചെറുപ്പുളശ്ശേരി DC ഇൻഷാ അല്ലാഹ് ക്യാമ്പ് കൊടുത്തത് കൊണ്ടായിരിക്കണം DC എന്ന് നമുക്ക് വിചാരിക്കാം. ഉടൻ തിരിച്ചെത്തും. ബഹുമാനപ്പെട്ട SKSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസൽ ഉസ്താദിന്റെ നല്ലൊരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. സൗണ്ട് ഇല്ല, എന്താ ചെയ്യാ? പോരും ആരും പേടിക്കണ്ട, ഉടൻ തിരിച്ചെത്തും. ക്യാമും ഒരേ സമയത്ത് ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ചില ചർച്ചകളും ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരിക്കും, സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. അപ്പൊ എല്ലാവരും ചട്ടിയും പാത്രവും ഏറ്റവും വലുത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധത്തിൽ ഉപയോഗിച്ച തോപ്പ് വരെ കാന്തപുരത്തിന്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ക്ലിപ്പൊക്കെ രാത്രി ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. ഷാഫി എത്തിയിട്ടുണ്ട്. അങ്ങനെ എവിടെയാ തെളിയിക്കപ്പെട്ടത്? ഈ ഷെയ്ഖ് മുഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന ഈ പാത്രക്കച്ചവടക്കാരന്റെ പിതാവ് പ്രഗത്ഭനായ മന്ത്രിയും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന, പാണക്കാട് കുടുംബവുമായി തന്നെ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഈ ചർച്ചകൾക്കൊരിക്കലും ഒരു കാലത്തും പറയാത്തതാണ് ഇപ്പോൾ മകൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മകൻ ആരെ വിലക്കെടുത്തുവോ എന്ന് പലപ്പോഴും ശങ്കിക്കേണ്ടി വന്നിട്ടുണ്ട്. മകൻ യഥാർത്ഥത്തിൽ ആരുടെയോ കയ്യിലാണോ എന്ന് ശങ്കിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഈ മകൻ പാത്രവും അതോടൊപ്പം തന്നെ കുറെ മുടിയുമായി പോയത് ചെച്ചനിലേക്കാണ്. ഏതാ ചെച്ചൻ? ചെച്ചനിൽ ഇന്നും മുസ്ലിം ഉമ്മത്ത് അവന്റെ നിലനിൽപ്പിന് വേണ്ടി പോരെടുക്കുകയാണ്. ലോകത്തെ മുഴുവൻ മിമ്പറുകളിൽ നിന്നും ചെച്ചന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനകൾ ഉയരുകയാണ്. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്ളാദിമിർ പുടിന്റെ, റഷ്യയുടെ പ്രസിഡന്റിന്റെ മാനസപുത്രനായി ചെച്ചനിലെ മുസ്ലിം മുന്നേറ്റങ്ങളെ മുഴുവനും ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ചെച്ചന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റമദാൻ കദിറോവ് എന്ന് പറയുന്ന പ്രസിഡന്റിനാണ് ഈ മുടിക്കെട്ടുകൾ കൊണ്ടുപോയി കൊടുത്തത്. ആരാ റമദാൻ കദിറോവ്? റമദാൻ കദിറോവിനെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ സ്വാഭാവിക കൂട്ടുകാരൻ എന്നാണ്. ഞങ്ങളുടെ സ്വാഭാവിക കൂട്ടുകാരൻ, നാച്ചുറൽ അലി ഓഫ് ഇസ്രായേൽ എന്നാണ് ബിരുദപ്പേരായി റമദാൻ കദിറോവിന് നൽകിയിട്ടുള്ളത്. നാച്ചുറൽ അലി, ഞങ്ങളുടെ സ്വാഭാവിക കൂട്ടുകാരൻ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്ന കൂട്ടുകാരൻ. അങ്ങനെ പറയപ്പെട്ട ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് ഈ മുടി കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്തെന്നറിയോ? ജനമുന്നേറ്റം, ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നേറ്റങ്ങൾ തടയാൻ. എന്നിട്ട് ഞാനാണ് അംഗീകൃതൻ, ഞാനാണ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടയാൾ എന്ന് പറയിപ്പിക്കാനുള്ള ജൂത ലോബിയുടെ ശ്രമത്തിന്റെ ഭാഗമാണ് റമദാൻ കദിറോവിനെ അങ്ങനെ എത്തിച്ചത്. ആഗോള രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, ചെച്ചനിലെ ഇസ്ലാമിക മുന്നേറ്റങ്ങൾ അവസാനിപ്പിച്ചെടുത്ത് പ്രവാചകന് പോലും അംഗീകാരമുള്ള ഒരാൾ ഞാനാണെന്ന് പറയലായിരുന്നു റമദാൻ കദിറോവിന്റെ ആവശ്യം. അതിനാണ് അയാൾ പ്രവാചകന്റേത് എന്ന പേരിൽ ഈ പാത്രക്കച്ചവടക്കാരൻ കൊണ്ടുവന്നതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. റമദാൻ കദിറോവിന്റെ ബർത്ത്ഡേ ആചരണങ്ങളുടെ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് കാണാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാണാൻ പോകാൻ പാടില്ല എന്നേ പറയാൻ സാധിക്കൂ. കാരണം ബോളിവുഡ് താരങ്ങളായ പെണ്ണുങ്ങളുടെ ഒപ്പം നഗ്നനൃത്തം ചവിട്ടുകയാണ് റമദാൻ കദിറോവ്. ഇവർക്കൊക്കെയാണ് റസൂലുള്ളാഹിയുടെ മുടി കിട്ടണമെങ്കിൽ APക്ക് മുടി കിട്ടിയാലും നമുക്കൊരു അത്ഭുതമില്ല. ഇങ്ങനെയുള്ള മുടികളാണ് വരുന്നതെങ്കിൽ ഇതിലൊന്നും അത്ഭുതപ്പെടാനുമില്ല. കാരണം ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജനിർമ്മിതി നടക്കുന്ന ഇത്തരം പരിപാടികൾ കൊണ്ട് സ്വയമാണാകാൻ ശ്രമിച്ചതാണ്. കദിറോവ് ചിന്തിച്ചത് ഇതാണ്, ചെച്ചനിലെ ഇസ്ലാമിക മുന്നേറ്റത്തെ നിർവീര്യമാക്കാൻ ഇതാവശ്യമാണ്. ഇസ്രായേൽ അതുവഴിയാണ് അത് കൊടുത്തുവിട്ടത്. ഇവിടെ അതുപോലെ വേണ്ടിയിരുന്നു ഒന്ന്. കേരളത്തിലെ മുസ്ലിം മുന്നേറ്റങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായി അതിനെ നിലനിർത്തുന്നത് പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗാണ്. ഇതൊക്കെ തകർക്കാൻ വേണമായിരുന്നു ചിലർക്ക് ചില ആലോചനകൾ. അതിനുവേണ്ടിയാണ് സമസ്തയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചത്. അവസാനം വന്നപ്പോൾ ചിലർ ഇറങ്ങിപ്പോയത്, ഉള്ളയാൾ പ്രസിഡന്റായത്, മറ്റേയാൾ ജനറൽ സെക്രട്ടറിയുമായി ഇറങ്ങിപ്പോയത്. കേരളത്തിലെ മുസ്ലിം മുന്നേറ്റത്തെ തകർക്കാൻ, മുസ്ലിം മുന്നേറ്റങ്ങളെ തകർക്കാനുള്ള ആ ശ്രമത്തിന് അന്നു തന്നെ നമ്മൾ കേട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മുത്തശ്ശി പത്രത്തിൽ ജോലി ചെയ്ത വളരെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ തന്നെ പറഞ്ഞത്, ആ മുത്തശ്ശി പത്രത്തിന്റെ മാനേജ്മെന്റ് കൂടിയിട്ട് പറഞ്ഞു, നമുക്കിനി ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇയാളെയാണ്. എന്തിനാ ഹൈലൈറ്റ് ചെയ്യേണ്ടത്?
അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാര പ്രസ്ഥാനങ്ങളെ നശിപ്പിച്ചെടുക്കാൻ ഇയാളെ സഹായിക്കണം. ഈ പദ്ധതി ആരാ കൊണ്ടുവരാ? ഈ പദ്ധതി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലാണ്. ആ ഇസ്രയേലിന്റെ അതേ വഴി തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടതൊക്കെയും. ഇപ്പോ അത് വളരെ വ്യക്തമായി. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ മോചിസത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മോചിസത്താണ്. പുണ്യനബിയുടെ പേരിൽ നടത്തിയ ഈ ഒരു തട്ടിപ്പ് തുടക്കത്തിൽ പിടികൂടുന്നതിന്റെ മുമ്പേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബേജാറുകൾ പലപ്പോഴും തീർത്തു തന്നതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീകമായ പിന്തുണയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞ് സ്വപ്നക്കരക്കാരൻ സ്വപ്നം പറഞ്ഞു നടന്ന് ആളാവുന്നത് പോലെ മേനി നടിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പറ്റാത്തത് കൊണ്ട് മാത്രം പറയുന്നില്ല. പക്ഷേ അത്തരം ചില സഹായങ്ങളുടെ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചില സഹായങ്ങൾ പേടിപ്പെടുത്തുന്ന ചില എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന ആശങ്കകൾ നിലനിൽക്കുമ്പോൾ മശായിഖുമാരുടെയും ആ അർത്ഥത്തിലുള്ള ചില ആധ്യാത്മികമായ സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം ഇവിടെ വിട്ടില്ലല്ലോ. പലപ്പോഴും അതിന് എതിരെ നിന്നിരുന്നവർ പോലും ഒന്ന് അല്പം ആശ്വസിക്കണമെന്ന് പറയുമ്പോഴൊക്കെയും ആ പ്രശ്നം സമൂഹത്തിന്റെ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഉണ്ണനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം കൊണ്ടാണ്. ആ സഹായം തന്നെയാണ് അവസാനം ഇപ്പോൾ വന്നുപെട്ടത്. ഈ പാത്രം നോക്കുമ്പോ, അത് സൂം ചെയ്ത് നോക്കുമ്പോ അതിന്റെ നടുക്ക് കാണുന്നത് ഇസ്രയേൽ പതാകയിൽ വെച്ചിട്ടുള്ള അതേ ചിഹ്നം തന്നെ. അതേ ചിഹ്നം ഇസ്ലാമിക കലയിലും ഇസ്ലാമിക കലകളിലും ചിത്രങ്ങളിലും കണ്ടിരിക്കുന്ന 5 ഭുജമുള്ള നക്ഷത്രമല്ല 6 ഭുജമുള്ള നക്ഷത്രമാണ് നാം കാണുന്നത്. ആ 6 ഭുജമുള്ള നക്ഷത്രത്തിന്റെ വരയുടെ സ്വഭാവം പോലും ഇസ്രയേൽ വരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിന്റെ നടുക്ക് പിന്നെ യാതൊന്നും ചെയ്യാതെ, ഷെയ്ഡ് ചെയ്യാതെ നേരെ വര കൊടുക്കുന്നതാണ് ഇസ്രയേലിന്റെ ഈ നക്ഷത്രം. അത് 6 ഭുജമുള്ള ഹെക്സഗൺ സ്റ്റാർ ആണ്. അതിന് നിങ്ങൾ ഇന്റർനെറ്റിൽ തപ്പിയാലും കാണാൻ കഴിയും. ജൂയിഷ് സ്റ്റാർ എന്ന് തന്നെയാണ് പറയുന്നത്. 947 ഇസ്രയേൽ സ്ഥാപിതമാകുമ്പോൾ ഇസ്രയേലിന്റെ സയനിസ്റ്റ് ചിഹ്നം എന്ന നിലയിൽ അംഗീകരിക്കുകയും അവരുടെ പതാകയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അശോക ചിഹ്നം പോലെ കൊടുക്കപ്പെടുകയും ചെയ്യുന്നത് ഈ സ്റ്റാറാണ്. അപ്പൊ എവിടുന്നാ ഈ സാധനം വന്നത്? കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പരിപാടികൾ തുറന്നു നൽകാൻ, ഈ സമുദായത്തിൽ എപ്പോഴും വിവാദങ്ങൾ കാത്തു നിൽക്കാൻ ആവശ്യമാകുന്ന വിധം ഓരോ പാത്രങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൽ അതിന്റെ പിന്നിൽ അപ്പുറത്ത് നിൽക്കുന്നയാൾ ശരിക്കും പറഞ്ഞാൽ ജൂത സൈനിസമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ജൂത സൈനിസം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് നാം കേൾക്കുന്നു. മോദിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തുന്നു എന്ന് നാം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആരാ മോദി? മോദിയെക്കുറിച്ചും ഈ മഹാനുഭാവനോട് ചോദിച്ചു, അല്ല മോദി അറിയോ? മോദിയെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? മോദി റോഡ് വെട്ടുന്നവനും പാലം പണിയുന്നവനും കൃഷി ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് ഉഹിബ്ബുഹു എന്നാണ്. ഞാൻ മൂപ്പരെ ഇഷ്ടപ്പെടുന്നു. ആരാ പറഞ്ഞത്? സാക്ഷാൽ കാന്തപുരം എപ്പിയ ബുക്കറും. പത്രക്കാർ പിന്നെ സംശയം തോന്നിയിട്ട് പിന്നെയും ചോദിച്ചു, എന്താ മോദിയെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പൊ പറഞ്ഞു, എനിക്കൊന്ന് പഠിക്കണം എന്നിട്ട് പറയാം. ആരെയാ മോദിയെ കുറിച്ച് പഠിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു, 2002 ഇന്ത്യയിലെ ഗുജറാത്തിലെ പാവപ്പെട്ട മുസൽമാനെ 2000-ഓളം വരുന്ന മുസ്ലിംകളെ ചുട്ടുകൊല്ലാൻ നേതൃത്വം കൊടുത്ത മോദി. ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന MP, കോൺഗ്രസിന്റെ MP-യുടെ വീട്ടിലേക്ക് ആളുകൾ ഓടി വരാൻ തുടങ്ങി, രക്ഷിക്കണം. ഇഹ്സാൻ ജിഫ്രി ഫോൺ ചെയ്തു. പക്ഷേ മോദിയുടെ സർക്കാർ അത് കേട്ടില്ല. അവസാനം ഇഹ്സാൻ ജിഫ്രിയുടെ വീട്ടിൽ കൂടിയിട്ടുള്ള പാവപ്പെട്ട സൽമാൻ ആ മുസ്ലിങ്ങളെ പെട്രോൾ ബോംബുകൾ എറിഞ്ഞിട്ടിട്ട് ആ വീട് മുഴുവൻ കത്തിച്ചാമ്പലാക്കുമ്പോ 30ഓളം വരുന്ന പാവപ്പെട്ട മുസൽമാന്റെ ആർത്തനാദം ആ അന്തരീക്ഷത്തിൽ കരിമ്പുകളോടെ കൂടെ ഒരുമിച്ച് ചേർന്നത് കണ്ടിട്ട് ചരിത്രം മരവിച്ചു പോയത് നാം വായിച്ചെടുത്തതാണ്. ഇഹ്സാൻ ജിഫ്രിയുടെ ഭാര്യ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. സക്കിയ ബീഗം അവര് പറഞ്ഞത്, ഈ മോദി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ ഞങ്ങളുടെ സ്ഥിതി നീതി ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ആരായി മോദി? പാവപ്പെട്ട ഗർഭിണികളുടെ വയറ്റിലേക്ക് തൃശൂലം കുത്തിയിറക്കി പിടയുന്ന ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് ഹോമിച്ച ഭീകരനായ മോദി. സാമ്രാജ്യത്വം, കൂടിയ സാമ്രാജ്യത്വ രാഷ്ട്രീയം പോലും മോദി ഞങ്ങളുടെ മണ്ണിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയേണ്ടി വരുന്ന അത്രയും ഭീകരനായ മോദി.
അല്ലെ? അമേരിക്ക പോലും പറഞ്ഞു ഇങ്ങോട്ട് കിടക്കണ്ട, പാസ്പോർട്ട് തരൂല, വിസ തരില്ല, മോഡി ഞങ്ങൾക്ക് വേണ്ട എന്ന് അമേരിക്ക പോലും. അതങ്ങനെയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ശൈത്താൻ മനുഷ്യനെ പിടിച്ച് കാഫിറാക്കിയാൽ പിന്നെ ശൈത്താൻ പറയും നീ ഇനിമേൽ ഞാനുമായി ഒരു കൂട്ടില്ല, കാരണം നിന്നേക്ക് പേടിയാണ്. സാക്ഷാൽ അമേരിക്ക എന്ന പിശാച് പ്രേരിച്ച മോഡി, ആ മോഡി അറിയില്ലെന്ന് പറഞ്ഞാലോ? അപ്പോ സത്യത്തിൽ ഈ കൂട്ടായ്മയാണ് 5 കോടി വാങ്ങി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരനാകാൻ ആഗ്രഹിച്ച കാന്തപുരം ശരിക്കും പറഞ്ഞാൽ അവസാനം ചെന്നു നിൽക്കുന്നത് ഇസ്രയേലിന്റെ തണലിലാണ് എന്ന് വരുമ്പോ ഒരു കാര്യം നമുക്ക് ബോധ്യമാണ്. മഹാനായ കണ്ണീസ് ഉസ്താദിന്റെയും ഷംസുൽ ഉലമയുടെയും കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ ഫലം, അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ നടത്തിയ വഴിവാണിഭത്തിന്റെ ദുരന്ത ഫലം ഇപ്പോൾ ശരിക്കും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ പ്രസ്ഥാനത്തിന് തുണയാകുന്ന വിധം പ്രവർത്തിക്കാനാകും. നമ്മുടെ ജ്ഞാനം ഈ ദീനിന്, ഈ പ്രസ്ഥാനത്തിന്, അതോടൊപ്പം കേരളീയ മുസ്ലിം ഉമ്മത്തിന് അവന്റെ വഴിയിൽ വെളിച്ചം വരാൻ സാധിക്കുന്ന വിധത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധം പഠിക്കണം, ഒരുപാട് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്റെ ഈ പ്രസംഗം ദീർഘമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജ്ഞാനം നേടാൻ, അത് പ്രയോജനകരമാകാൻ, അത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.